അതീവ ദുഃഖകരമായ ഒരു വാർത്തക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. വീണ്ടും ഒരു ശിശുമരണം. ശിശുമരണം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മരണമല്ല. അതീവ ക്രൂരമായി ഒരു നവജാത ശിശുവിനെ കൊലപ്പെടുത്തി ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ ഒരു കൊലപാതകം. ഇതിനത്ര നിസ്സാരമായി കാണാനോ അല്ലെങ്കിൽ അതിജീവിത എന്ന് പറഞ്ഞ് തള്ളാനോ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കൊച്ചിയിലെ പനമ്പള്ളി നഗറിലെ ഒരു ഫ്ലാറ്റിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഈ ദാരുണമായ സംഭവം നടന്നിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ രാവിലെ 5 മണിക്ക് ശേഷം ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടി പ്രസവിക്കുന്നു. അത് ഫ്ലാറ്റിലെ ശുചിമുറിയിലാണ് സംഭവം ഡെലിവറി നടക്കുന്നത്. അത് കഴിഞ്ഞ് 2.5-3 മണിക്കൂറോളം ആ കുഞ്ഞിനെ റൂമിൽ വെച്ചതിന് ശേഷം ഷാള് കഴുത്തിൽ മുറുക്കി കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ആ കുട്ടിയെ ഒരു ഒഴിഞ്ഞ പറമ്പിലേക്ക് ബാൽക്കണിയിൽ നിന്ന് ഒഴിഞ്ഞ ഒരു പറമ്പിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് എവിടെയോ തട്ടി ആ കുഞ്ഞിൻ്റെ മൃതശരീരം റോഡിലേക്ക് തെറിച്ച് വീഴുന്നു. അത് 8 മണിയോടുകൂടി ആളുകൾ കാണുന്നു. അങ്ങനെ പോലീസ് എത്തുന്നു. ഒരു ആമസോണിൻ്റെ കവറിൽ പൊതിഞ്ഞ രീതിയിലാണ് ഈ കുഞ്ഞിനെ എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കവറിൽ കണ്ട അഡ്രസ്സ് പ്രകാരം ബാർകോഡ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പോലീസിന് ആ ഫ്ലാറ്റിലെ ഒരു റൂം നമ്പർ അഡ്രസ്സായി കിട്ടുകയാണ്. അങ്ങനെ അവരവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ ഈ പെൺകുട്ടി 23 വയസ്സുള്ള ഈ പെൺകുട്ടി കുറ്റം സമ്മതിക്കുകയാണ്. പക്ഷേ രക്ഷിതാക്കൾക്ക് ഈ പ്രഗ്നൻസിയെക്കുറിച്ചോ ഈ ഡെലിവറിയെക്കുറിച്ചോ ഈ കൊലപാതകത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഈ അന്വേഷണത്തിൽ ഈ പോലീസ് നമ്മളോട് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഈ 23 വയസ്സുള്ള ഈ പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഈ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടിയുടെ പേര് വെളിപ്പെടുത്താനോ മറ്റോ പാടില്ല എന്നുള്ള നിർദ്ദേശം കൂടി വെക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ കൂടി 10 മാസത്തോളം ഈ കുട്ടി ഈ ഒരു പ്രഗ്നൻസിയുമായിട്ട് നടന്നു. അതുപോലെ തന്നെ ഈ 23 വയസ്സുള്ള കുട്ടിയാണ്. അപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു കുട്ടി ഡെലിവറി നടക്കും, കാര്യങ്ങൾ ഇത്രയൊക്കെ കോംപ്ലിക്കേഷൻ ആവും എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമാണ്. പക്ഷേ ഇത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് ഇതിൻ്റെ ആരാണ് ഈ പീഡനത്തിന് ഇരയാക്കിയത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും ഒന്ന് സുഹൃത്തുക്കളോടോ ആരോടെങ്കിലുമൊക്കെ ഒന്ന് വെളിപ്പെടുത്താമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പക്ഷേ കുട്ടി ഇപ്പോൾ ചെയ്ത സംഭവത്തിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ഒരു നവജാത ശിശുവിനെ പ്രസവിച്ച് ഏകദേശം ഈ ഒരു ഭൂമിയിലേക്ക് എത്തി ഈ ഒരു ഭൂമി കൺതുറന്നൊന്ന് കാണാൻ പോലും അവസരം നൽകാതെ ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഷാള് മുറുക്കി ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് എറിയുക എന്ന് പറയുന്നത് അത്ര ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല. അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ്. എവിടെ നിന്നാണ് ഇവർക്ക് ഈ ഒരു ടെൻഡൻസി കിട്ടുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ ഒരു പാനിക് സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ കൂടി ഇതിനു മുമ്പും ഈ കുട്ടിക്ക് ആലോചിക്കാവുന്ന സംഭവങ്ങളാണ്. ആലോചിക്കാനുള്ള സമയവും ഉണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു ഡെലിവറി പീരീഡ് എന്ന് പറയുന്ന ഒരു കാലയളവ് ഈ കുട്ടിക്ക് എന്തായാലും കഴിഞ്ഞു പോയതാണ്. ഇനിയിപ്പോൾ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ച അവസ്ഥയിലായിരുന്നു, അതല്ല അതിനുശേഷം കൊലപ്പെടുത്തി ഷാള് മുറുക്കി എന്ന് പറയുന്ന രീതിയിൽ തന്നെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റുക എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായിരുന്നാലും ഈ കേരളത്തിൽ നിന്നല്ല ഒരു നാട്ടിലും ഇങ്ങനെ ഒരു ദുരവസ്ഥ, ഈ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ഈ അക്രമങ്ങൾ, ഒന്ന് മിണ്ടാൻ പോലും അല്ലെങ്കിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ ഒന്ന് പെടയാൻ പോലും ആവാത്ത ഈ ഒരു പ്രായത്തിൽ ഇത്തരം ക്രൂര കൃത്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നേരെ നേരിടുക, കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും പറയുക, ഇതിന് നിയമത്തിൻ്റെ പോരായ്മ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങൾക്ക് ഈ സംഭവിക്കാൻ കാരണക്കാരായിട്ടുള്ള ആളുകൾ, ഇതിലെ പ്രതികൾക്ക് എന്ത് ശിക്ഷ ലഭിച്ചു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് രണ്ടാമതൊരു കുറ്റകൃത്യം നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു കുറ്റകൃത്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഒരു സംഭവത്തിന് കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഈ വാർത്തകളിലും കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിന്ന് അത് പിന്നെ അതിൻ്റെ വഴിക്ക് മാധ്യമങ്ങളുടെ വഴിക്ക് എന്നുള്ളൊരു രീതിയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു സംഭവം വീണ്ടും ഇവിടെ നടക്കുന്നത്. ഈ ഒരു സംഭവം എന്നല്ല, ഏത് കുറ്റകൃത്യങ്ങളായാലും ഈ ഒരു സംഭവം ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് ഇങ്ങനെ ഇത് തുടരെ നടക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഏതൊരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാലും കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ, അതായത്
വളരെ വിഷമകരമായ ശിക്ഷകൾ കിട്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അങ്ങനെ ശിക്ഷകൾ കിട്ടി. ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ അതുപോലെയാണ്. അപ്പോൾ അങ്ങനെ മാതൃകാപരമായ ശിക്ഷകൾ കിട്ടിക്കഴിയുമ്പോൾ അത് മറ്റുള്ളവരെ അറിയുമ്പോൾ ഈ കുറ്റകൃത്യങ്ങൾക്ക് ഒരു പരിധി ഉണ്ടാവും. ഇപ്പം ഈ ഒരു കുട്ടി തന്നെ 23 വയസ്സുള്ള ഈ ഒരു പെൺകുട്ടി തന്നെ ആ കുട്ടിൻ്റെ ഒന്നുകിൽ മറ്റെന്തെങ്കിലും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ഭയന്നിട്ട് ആയിരിക്കാം ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു കുറ്റകൃത്യം ചെയ്താൽ തനിക്കുണ്ടാകുന്ന മാനനഷ്ടമോ കാര്യങ്ങളോ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും കുട്ടി ചിന്തിച്ചിട്ടില്ല. കാരണം ഈ നിയമപരമായിട്ട് കുട്ടിക്ക് കിട്ടാവുന്ന ശിക്ഷകളെക്കുറിച്ചും കുട്ടി ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കുട്ടി ആർക്കും നിയമപരമായിട്ട് ചിന്തിച്ചാൽ ഒരു ഭയം തോന്നുന്ന രീതി ഉണ്ടെങ്കിൽ കുറ്റകൃത്യങ്ങൾ കുറയുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ അഭിപ്രായത്തോട് യോജിക്കുന്നവർക്ക് കമൻറ്റ് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഇത്തരം സംഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് വീണ്ടും പറയാം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മഞ്ചേരി നമ്മളെ നിലമ്പൂർ ഭാഗത്ത് ഒരു കുട്ടിയെ ഒരു പിതാവ് മർദ്ദിച്ചു കൊന്നത്. അപ്പോൾ ഇതൊക്കെ അന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. എന്തായിരുന്നാലും ഇത്തരം സംഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ പറ്റുള്ളൂ.